നീ മലപ്പുറം മറിച്ചിടെ തിരുവനന്തപുരം തിരിച്ചു വെച്ചെന്റെ മാങ്ങ തിരിഞ്ഞ് എന്റെ ബാക്കിൽ ബാങ്കോക്കും മുന്നിൽ മയാമിയുമാണ്. കത്തുകാരി. ഹലോ ഗൈസ്, അപ്പൊ എന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ടില്ലേ, ഒറ്റയടിക്ക് സ്ഥലം മാറ്റി. എന്നെ കൂടെ കൂട്ടായിരുന്നു. ഇത് സംസ്ഥാന സമ്മേളനമൊന്നല്ലോ. ഹലോ ഗൈസ്, ഇന്നത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞ വെറൈറ്റി അങ്ങനത്തെ സാധനം. വെറൈറ്റി എന്ന് പറഞ്ഞാൽ വെറൈറ്റി, അത്രേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു പ്രത്യേക കണ്ടന്റ് ആണ്. പ്രത്യേക കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആൾക്കാര് മൂവിയെ റോസ്റ്റ് ചെയ്യണ കണ്ടിട്ടുണ്ട്, സിനിമ കാണാൻ. ചിലവരൊക്കെ സിനിമ എടുത്തിട്ട് ട്രോളിന് കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും ചെയ്യില്ല. ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പടത്തിലെ ക്യാരക്ടറിനെ അങ്ങ് കൊന്നുകളയും. എങ്ങനെ കൊന്നുകളയും? നിങ്ങൾ ഡീഗ്രേഡ് ചെയ്യുന്ന പടത്തിന് എല്ലായിടത്തും ഞാൻ പൊക്കി അങ്ങ് റേഞ്ച് കയറ്റി, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പടങ്ങളെല്ലാം ഞാൻ ആക്കും. അതാണ് ഇന്നത്തെ എന്റെ വീഡിയോ. അപ്പൊ ആ ദേഷ്യത്തിൽ ഞാൻ ഓരോ ക്യാരക്ടറിനെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓരോ ക്യാരക്ടറിനെ ഇങ്ങനെ കൊല്ലുമ്പോഴും നിങ്ങൾക്ക് ദേഷ്യമാണ്. നിങ്ങൾ ആ ദേഷ്യത്തിലാണ് എന്റെ സബ്സ്ക്രൈബ് ബട്ടൺ ചെയ്യുന്നത്. നേരെ നിങ്ങളെ ദേഷ്യം അങ്ങ് സബ്സ്ക്രൈബ് ബട്ടൺ ഇടിക്കണം. അപ്പോഴും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ആവും. അപ്പൊ ഇനി സബ്സ്ക്രൈബേഴ്സിനെ. അപ്പോ എന്റെ കുറെ ഫ്രണ്ട്സിന്റെ സജഷൻ അനുസരിച്ചാണ് ഞാൻ ഓരോ പടങ്ങളും ഇങ്ങനെ സോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ ഫസ്റ്റത്തെ പടം എന്ന് പറയുന്നത് പുഷ്പയാണ്. പുഷ്പ സിനിമ അവൻ പറഞ്ഞ് സെക്കൻഡ് പാർട്ട് വേണ്ടയായിരുന്നു. സെക്കൻഡ് പാർട്ട് സൂപ്പർ ആയിരുന്നു, നല്ല പടമായിരുന്നു. ഇത് കാണണം, ഇത് പൊന്നി ലെവല് പടമായിരുന്നു. നീയൊക്കെയാണ് എടുത്തിട്ട് ഡ്രോ ആണത്. പുഷ്പ സൂപ്പർ പടമായിരുന്നു. ഇപ്പൊ 2 ഒക്കെ ഇങ്ങനെതാ രോമാഞ്ചം, ഇങ്ങനെ എണീറ്റ് നിർത്തണം എങ്കിലേ വരും. അങ്ങനത്തെ പടമായിരുന്നു. നീയൊക്കെ ആണെങ്കിൽ ആ പടത്തിനടുത്തിട്ട് ഡീഗ്രേഡ് ചെയ്തു. അവൻ പറഞ്ഞു പുഷ്പ 1 തന്നെ നിർത്തിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പുഷ്പ 1 എന്തോ നിർത്താൻ, പുഷ്പ 2 ഉണ്ടെങ്കിൽ ഫുള്ള് പടം ഇങ്ങനെ രോമാഞ്ചം ഒളിച്ച്. നിങ്ങൾക്ക് പക്ഷെ ഇഷ്ടപ്പെട്ടത് പുഷ്പ 1 അല്ലേ? അതുകൊണ്ട് പുഷ്പ 1 പുഷ്പയെ ഞാൻ തട്ടിക്കളയാൻ പോകും. എല്ലാവരും ചോദിക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യും. എന്റെ ദേഷ്യം തീർക്ക്, സബ്സ്ക്രൈബ് ചെയ്യും. പോ. അപ്പൊ ഫസ്റ്റ് തന്നെ പുഷ്പയെ തീർക്കാം. എങ്ങനെ തീർക്കാം? ബോംബ് ഇട്ട് തീർക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാരക്ടറിലെ ബോംബ്. ഇപ്പൊ നിന്റെ ദേഹത്തും വലിയ തുണിയില്ല, എന്റെ ദേഹത്തും വലിയ തുണിയൊന്നുമില്ല. പക്ഷെ ഒരു വ്യത്യാസം ഉണ്ടാ. അതെന്താന്നറിയോ? പുഷ്പയുടെ ജീവിതം തുടങ്ങിയത് ഇങ്ങനെയൊക്കെയാടാ. അത് തോന്നണ ഡയലോഗ്. നമ്മളൊക്കെ നിക്കറിട്ടി എന്നെ വളർന്നു, നീ മാത്രമല്ല കേട്ടാ. അത് കൂലിക്കാരനായിരുന്നപ്പോഴും എന്റെ റേഞ്ച് എന്തായിരുന്നു അറിയോ? ബോംബിട്ട് 2 എണ്ണം ചത്ത്. ഇനി എന്തുണ്ടാ സിനിമ? ഫസ്റ്റ് പാർട്ടിൽ തന്നെ ഞാൻ തീർക്കും. ഫസ്റ്റ് പാർട്ടിലെ ഇഷ്ടം, ഫസ്റ്റ് പാർട്ടിലെ പുഷ്പയിലെ ഇഷ്ടം. ഫസ്റ്റ് പാർട്ടിലെ പുഷ്പയെ ഞാൻ കൊന്നു കളഞ്ഞു. പുഷ്പയുടെ കല്യാണം പോലും നടക്കാതെ മരിച്ചു. പുഷ്പയുടെ ഭാര്യ ഒറ്റയ്ക്ക് അവിടെ ഇരിക്കും. നീയൊക്കെ വിഷമിക്കണം. പുഷ്പയുടെ ഭാര്യ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കും. പുഷ്പയ്ക്ക് ആ കല്യാണം കഴിക്കാൻ പോലും പറ്റും. ഒന്ന് ആലോചിച്ച് നോക്ക്. ചത്തത് അത്രേ ഉള്ളൂ. ഹേ സിനാമിക നല്ലൊരു പടമായിരുന്നു. നല്ല പടം എന്ന് പറഞ്ഞാൽ സൂപ്പർ പടം. ഒരുത്തൻ പറയണ അപരാധവും ഫുള്ള്. എന്തോന്ന് അപരാധം? ആ സിനിമ നല്ല പടമായിരുന്നു. ആ സിനിമയിലൊക്കെ ദുൽഖറിന്റെ ഒക്കെ അഭിനയം കണ്ട നിൽക്കും. അങ്ങനത്തെ പടമാണ്. നമ്മളങ്ങ് സ്തംഭിച്ചു നിന്നു ആ പടം കാണും. അപ്പം നിങ്ങളങ്ങനെ ആ പടത്തിനെ ഒന്ന് ഡീഗ്രേഡ് ചെയ്യാൻ പാടില്ല, മനസ്സിലായ? ആ പടത്തിലൊക്കെ ഇങ്ങനെ ലെവലാണ്. സെക്കൻഡ് ഹാഫൊക്കെ ഒരു പോക്ക് ഇങ്ങനെ ഏറിയങ്ങ് പോകും. എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചത്. അപ്പൊ എൻ്റെ അടുത്ത് ആ ഫ്രണ്ട് പറഞ്ഞു, ഹേ സിനാമിക സിനിമയിൽ ആ കാജലിന്റെ ക്യാരക്ടറെ വേണ്ടേ? അതെന്ത് കാജലിന്റെ ക്യാരക്ടർ ഉണ്ടെങ്കിൽ എന്താണ് പ്രശ്നം? അവര് പറയണം ഫ്രണ്ടായിട്ട് തന്നെ അങ്ങ് തുടർന്നാൽ മതി. ബാക്കി 2 പേര് സൂപ്പറാണ്. ദുൽഖറും മറ്റേ മൗനിയുടെ ക്യാരക്ടർ, മൗനിയും ദുൽഖറിന്റെ ക്യാരക്ടറിന്റെ പേരെന്തായാലും യാഴൻ. അവർ 2 പേരും സൂപ്പർ ആയിരുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞത്.
അങ്ങനെയാണെങ്കിൽ എനിക്കത് സഹിക്കൂല. ഞാൻ എന്ത് ചെയ്യും? രണ്ടുപേര് ഉറപ്പ്. കണ്ടോ? മിസ്റ്റർ ബീൻ, കണ്ടടാ, കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യ്. ഇനി ഇടി 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 സബ്സ്ക്രൈബ് ചെയ്യും. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യും. അടുത്തതായി ഈ ലിസ്റ്റ് വരുന്ന മോഹൻലാലിന്റെ ദൃശ്യമാണ്. അപ്പൊ എന്നെ അവ വെല്ലുവിളിച്ച്, നിനക്ക് പറ്റുമെങ്കിൽ ദൃശ്യ സിനിമ ഫസ്റ്റ് ഹാഫിൽ തന്നെ നിർത്താൻ പറ്റുമോ? ഫസ്റ്റ് ഹാഫിലല്ല, ഞാൻ സെക്കൻഡിലും തേർഡിലും പോവാതെ തന്നെ ഞാൻ ഇപ്പൊ നിർത്തില്ല. നിനക്കൊക്കെ പറ്റുമോ? എനിക്ക് പറ്റും. ഞാൻ കാണിച്ചു തരാം. അപ്പൊ എത്ര നേരമായിട്ടാണ് ആ ഫോൺ എടുത്ത് ആ ടോയ്ലറ്റിന്റെ അകത്ത് വെച്ചിരിക്കുന്നത്? അവന്റെ ഫോണിന്റെ തോന്നുന്നു 10,000 mAh ബാറ്ററി. 10,000 mAh ബാറ്ററി. 10,000 mAh ബാറ്ററി. അവൻ മന്ദബുദ്ധി. ഇത്രയും നേരം ഒന്ന് റെക്കോർഡ്. ഒരു സാധാരണ ഒരാൾ കുളിക്കാൻ കയറണമെങ്കിൽ തന്നെ 1/2 മണിക്കൂർ വേണം. പിന്നെയാണ് 1/2 മണിക്കൂർ. അന്നത്തെ കാലത്ത് എത്ര mAh ആണ്? ഒരു 2,000-3,000 mAh ആണ്. എടാ, 1/2 മണിക്കൂർ പോലും പോകില്ല വീഡിയോ റെക്കോർഡ് ചെയ്ത്. അങ്ങനത്തെ ഫോണായിരുന്നു. ഇപ്പോഴത്തെ ഫോണിൽ പോലും പിടിക്കാൻ പറ്റില്ല. പിന്നെയാണ് അവൻ അന്നത്തെ ഫോണില് അത് ചൂടായി പൊട്ടിത്തെറിച്ച്. അങ്ങനെ നിങ്ങൾ പൊട്ടിത്തെറിപ്പിക്കും. പൊട്ടിത്തെറിച്ച് അത്രയേ ഉള്ളൂ. യവനൊക്കെ ലോജിക്ക് വേണോടാ, ലോജിക്ക്. സബ്സ്ക്രൈബ് ചെയ്യ്. ലോജിക്ക് വേണോടാ. എത്ര മണിക്കൂറെന്ന് പറഞ്ഞു? അതും മറ്റേ സോപ്പ് കിട്ടിയില്ല, എന്തൊരു പെട്ടിക്കത് ചൂട കയറി ഫോണ് ചുട്ട് പഴുത്തിരുന്ന് കാണും. അതുകൊണ്ടാണ് പൊട്ടിത്തെറിച്ചത്. പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ? ഫോണ് പൊട്ടിത്തെറിക്കണ്ടേ? അതല്ലേ കറക്റ്റ്. അതാണ് എന്റെ ലോജിക്ക്. അടുത്ത ഒരാള്, അങ്ങനത്തെ ഒരാളാണ് എൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് പറഞ്ഞത്, അപ്പൊ ആ ഡ്യൂഡിലെ പ്രദീപും മമിതയും ഒന്നിക്കണം. നമ്മൾ അങ്ങനെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിട്ടുകൊടുക്കൂ? അവരൊന്നിക്കണം. എൻ്റെ ആഗ്രഹം അതാണ്, അവരൊന്നിക്കണം. അതിനുവേണ്ടി ഞാൻ ഒരു സ്പെഷ്യൽ വീഡിയോ റെഡിയാക്കി. ഞാൻ അവരെ ഒന്നിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് നിങ്ങൾ കണ്ടുപോകും. എന്നിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. நம்ம கல்யாணம் பண்ணிக்கலாமா? അപ്പോ നമുക്കൊന്ന് ലിയോ സിനിമ മാറ്റി വെക്കാം. ഞാൻ കുറച്ചു നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടറിനെ അല്ല ഞാൻ, പക്ഷെ അങ്ങനെയല്ല, ഞാൻ കുറച്ചും കൂടി വെറൈറ്റി പിടിക്കാം. അത് നമുക്ക് അങ്ങനത്തെ കുറച്ച് ക്യാരക്ടറിനൊക്കെ ഒന്ന് വാങ്ങി, പക്ഷേ കുറച്ചും കൂടി വെറൈറ്റി. ലിയോ സിനിമയിൽ നമ്മൾ അണ്ണ അല്ലാതെ ഞാനായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു നമ്മളിപ്പോൾ കാണിച്ചത്.
ദുക്കാൻ ബന്ദേ ബായ്. ചോക്ലേറ്റ് കാപ്പി വേണം. കണ്ടില്ലേ പുറത്ത് എഴുതി വെച്ചേക്കുന്ന വെണ്ടയ്ക്ക അക്ഷരത്തിലല്ലേ എഴുതിയിരിക്കുന്ന. ചോക്ലേറ്റ് കാപ്പി വേണം. ബ്രോ കട അടച്ചേക്കാണ്, പറ്റൂല. ചോക്ലേറ്റ് കാപ്പി വേണം. അടിച്ച് കയറ്റി തരും, ഇടിച്ചു കൂടാ. ഉമ്മ അറിയുന്നില്ല അവന്റെ ചോപ്പായിക്കോ അടിച്ച് ഇരിക്കണം. കൊച്ചു പിള്ളേരെ കാട്ടിയും കഷ്ടമാണ്. ചോക്ലേറ്റ് കാപ്പി വേണം. ഞാനൊക്കെ വന്നു ചോക്ലേറ്റ് കോഫി അവന്റെ ചോക്ലേറ്റ് ചെന്ന് കടയിൽ ചെന്ന് രണ്ട് ഡയറി മിൽക്ക് വാങ്ങിച്ച് പാലിലിട്ട് കുടിയത് ചോക്ലേറ്റ് കോഫി. അപ്പോ നിങ്ങൾ ഈ അപരാധങ്ങൾ കണ്ടല്ലോ. അപ്പം ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക. ഇതുപോലെ നല്ല നല്ല വീഡിയോസിനായി എന്റെ ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ആ ദേഷ്യം വരട്ടെ, ആ ചാനൽ അങ്ങ് ഇടി ഇങ്ങനെ വന്നിട്ട് க்ளோஸ்டு சார், வெளியில போர்டு பார்க்கலையா?